ഹായ് ഓൾ, ഞങ്ങൾ ഇന്ന് ഷമീറിൻ്റെ കാരുണ്യ ഭവനിലേക്ക് പോവേട്ടാ. ഷമീർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ കാരുണ്യ ഭവനൊക്കെ. അപ്പോൾ ഷമീർ 2 ദിവസം മുന്നേ വിളിച്ചായിരുന്നു. ഷമീറിന് എന്താ ഉമ്മാനെ കാണാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ മാസം പോകുമ്പോൾ ഞങ്ങൾ ഉമ്മാനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞാനും വച്ചൊക്കെ മാത്രമേ പോയത്. അപ്പോൾ ഇപ്രാവശ്യം പാത്തും ഉമ്മ ഞാനും വച്ചൊക്കെയും കൂടെയാണ് പോണത്. അപ്പോൾ പോണ വഴിയിലൊരു എന്താ പറയുക, നമ്മളെ ഉമ്മക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കണം പറഞ്ഞ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് യാത്ര ആയത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നേരമംഗലത്തെ പറമ്പിൽ നിന്ന് വെട്ടിയ വാഴ, ഒരു കൊല വാഴക്കൊല പഴംകൊല കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ അന്തേവാസികൾക്ക് അതൊരു നമ്മൾ കൊടുക്കുന്നതൊരു പുണ്യമാണല്ലോ. അപ്പോൾ അവർക്ക് സന്തോഷമാവട്ടെ. അങ്ങനെ ഉമ്മയും ഞാനും എല്ലാവരും അവിടെ എത്തി. ഷമീറിനൊക്കെ കണ്ട് അവിടുത്തെ എല്ലാ അന്തേവാസികളെയും കണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മൾ ചെല്ലുമ്പോൾ കേട്ടോ. അപ്പോൾ ഷമീറിന് ഉമ്മാനെ കണ്ടപ്പോൾ ഭയങ്കര പരാതി, ഞാനും കൂടെ പോരുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പറഞ്ഞ് അടുത്ത മാസം വരാം, ഇവിടെ റോഡ് പണിയാണ്, ഇവിടെ വെള്ളം നിൽക്കുകയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു വിഷമം, അങ്ങനെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു വിഷമല്ലേ. അപ്പോൾ അവൻ പറഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ അവൻ വീട്ടിലിരിക്കില്ല, പുറത്തിറങ്ങി നടക്കും, പിന്നെ കാണാതാവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഉമ്മ കുറച്ച് മിഠായും ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണ്ട, എനിക്ക് കൂടെ വന്നാൽ മതി, അതൊക്കെ ഉമ്മാക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, എനിക്ക് നിങ്ങളെ കൂടെ വന്നാൽ മതി, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഞാൻ എവിടെയും പോകില്ല, വീട്ടിൽ അടങ്ങി നിന്നുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഇനി എവിടെയും പോകില്ല എന്നാണല്ലോ പറഞ്ഞുള്ളത്. എന്തായാലും പോകാതിരിക്കട്ടെ. അപ്പോൾ പിന്നെ അവനെയും കൂട്ടി ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരാഴ്ച അവന് വീട്ടിൽ വന്ന് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സന്തോഷമാവുകയാണെങ്കിൽ ആവട്ടെ. വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമാണ്, വീട്ടിലിരിക്കാതാവുമ്പോഴാണ് ഞങ്ങൾക്കും ടെൻഷൻ. അപ്പോൾ അങ്ങനെ അവിടുത്തെ സാറുമാർക്കൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് അവൻ വന്നുള്ളത്, ഞാൻ എവിടെയും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, അവൻ എവിടെയും പോകാതെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കട്ടെ. അപ്പോൾ വരുന്ന വഴിയിൽ ഞങ്ങൾ മീൻ കണ്ട്. അപ്പോൾ അവനക്ക് കണമ്പ് മീൻ ഭയങ്കര ഇഷ്ടമാണ്, കാണുമ്പോൾ. അപ്പോൾ അത് വാങ്ങണം പറഞ്ഞ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വരുന്ന വഴിയിൽ മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഷമീർ അൽഹംദുലില്ലാ വീട്ടിലെത്തി. എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ.